നമസ്കാരം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഹോം ഓഫ് ഏണിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ, ചെറിയ മുതൽ മുടക്കിലൂടെ നമുക്ക് അത്യാവശ്യം ദിവസ വരുമാനം നേടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെയുണ്ട്. നമുക്ക് എന്തായാലും ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നിലവിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നിങ്ങൾക്കിവിടെ എൻ്റെ ബാലൻസ് കാണാൻ പറ്റും. 460 രൂപ വിഡ്രോ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ടോട്ടൽ ബാലൻസ് 498 രൂപ. അപ്പോൾ ഇവിടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുണ്ട്. പല ലെവലുകളാണ്, ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു ദിവസം നമ്മൾ 587 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 49 ദിവസവും നമുക്ക് 176 രൂപ വെച്ചിട്ട് കിട്ടുന്ന പ്ലാനുണ്ട്. ഏകദേശം ടോട്ടൽ 8628 രൂപ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അടുത്തൊരു പ്ലാൻ നോക്കി കഴിഞ്ഞാൽ 1670 രൂപ നിക്ഷേപിച്ചാൽ 49 ദിവസം തന്നെ ഡെയിലി 534 രൂപ വെച്ചിട്ട് 26,000 രൂപ നമുക്ക് കിട്ടും ടോട്ടലി 49 ദിവസം കഴിയുമ്പോൾ. അങ്ങനെ 5000 ഡെപ്പോസിറ്റ് ഉണ്ട്, ദിവസവും 1700 രൂപ കിട്ടുന്നതും. അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. ഇനി സ്പെഷ്യൽ പ്ലാനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ പ്ലാനാണ്. 307 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 460 രൂപ തിരിച്ചു കിട്ടും ഒരു ഡേ കഴിയുമ്പോൾ. ദെൻ 1970 രൂപ നിക്ഷേപിച്ചാൽ 3 ദിവസം കഴിയുമ്പം 3250 രൂപയായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. അങ്ങനെ സ്പെഷ്യൽ പ്ലാനുകളുണ്ട്. പിന്നെ ലിമിറ്റഡ് പ്ലാനുകളുണ്ട്. വലിയ എമൗണ്ടുകളാണ് ലിമിറ്റഡ് പ്ലാനിൽ പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 1870 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 25 ദിവസത്തേക്ക് ഡെയിലി 561 രൂപ വെച്ചിട്ട് 14,000 രൂപ നമുക്ക് 25 ദിവസം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുന്ന ലിമിറ്റഡ് പ്ലാനുകളുണ്ട്. അതെപ്പോഴും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കായിരിക്കും അതുണ്ടാവുക. ശരി, ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ കിടക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ബാങ്ക് കാർഡ് ആഡ് ചെയ്യാനുണ്ട്. ലൈക്ക് ഇപ്പോൾ ബാങ്ക് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ IFSC കോഡ് കൊടുക്കുക, കാർഡ് ഹോൾഡറുടെ നെയിം കൊടുക്കുക, അക്കൗണ്ട് കൊടുക്കുക. പിന്നെ ഇത് ട്രേഡ് ചെയ്യാനുള്ള ട്രേഡ് പാസ്വേഡും കൊടുത്തേക്കുക. അതായത് വിഡ്രോ ചെയ്യാനുള്ള പാസ്വേഡ് ഉണ്ടാകും. ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ അതിൻ്റെ അടുത്ത് കാണാൻ പറ്റും. ശരി, ഇനി അത് കൂടാതെ നമുക്ക് ഡെയിലി ടാസ്ക് എന്നുള്ളതുണ്ട്. ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് 7 രൂപ വെച്ച് റിസീവ് ചെയ്യും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നുണ്ടെങ്കിൽ 7 രൂപ വെച്ച് റിസീവ് ചെയ്യുന്നത്. ഓൾറെഡി ഇന്നത്തെ ഞാൻ റിസീവ് ചെയ്ത് കഴിഞ്ഞു. അത് കൂട്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ 498 രൂപ കിടക്കുന്നത്. ഇനി മറ്റ് ആപ്പുകളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കറണ്ട് ബാലൻസും പിന്നെ നമ്മുടെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ബാലൻസും. കറണ്ട് ബാലൻസ് പറയുമ്പോൾ നമ്മുടെ ബോണസ്, ഡെയിലി ബോണസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാലൻസാണ് അവിടെ കിടക്കുക. ഇനി ഡെപ്പോസിറ്റിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നിലവിൽ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ ഉള്ളത് കണ്ടല്ലോ. ഇവിടെ ഈ പറയുന്ന ടാബിൽ 900, 1000, 2000, 5000, 10,000, 50,000 ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ ഓരോ പ്ലാൻ അനുസരിച്ചുള്ള എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ 307 ആണെങ്കിൽ നമുക്കിവിടെ 307 എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പേയിങ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നേരെ കൺഫേം കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് പതിപോലെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയൊക്കെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് അത് വരും. ലൈക്ക് ഇവിടെ കിടന്ന് മെയിൻ അക്കൗണ്ടിൽ വരും. എന്നിട്ട് ആ മെയിൻ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 580. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഏതെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ആ കറക്റ്റ് എമൗണ്ട് നിങ്ങൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിലേക്ക് കൊടുക്കുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കും എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ള ചോദിക്കും, ഏതാണ് പീരീഡ് എന്നുള്ളത് ചോദിക്കും. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്ലാനിൽ 49 ദിവസത്തെ ഒരു പ്ലാനിൽ ഇപ്പോൾ നിലവിൽ 587 രൂപ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എനിക്ക് അതിൻ്റെ അന്ന് റിട്ടേൺ ആയിട്ട് ഇപ്പോൾ 528 രൂപ കിടക്കുന്നുണ്ട്. എൻ്റെ ഈ പ്ലാൻ എക്സ്പയർ ആകുന്നത് 2024 11 3 മണിക്ക്, അതെ 3/27 എക്സ്പയർ ആകുന്നത്. ഒരു പ്ലാൻ 49 ദിവസത്തെ പ്ലാനാണ്. ടോട്ടൽ റിട്ടേൺ വരുന്നത് 8628. അത് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണ്. വേറൊരു പ്ലാൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, 1 ഡേ പ്ലാൻ ചെയ്തിരുന്നു. മൊത്തം 307 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു.
റിട്ടേൺ എനിക്ക് 460 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്ത് കാണിക്കാം. ഇനി ഇവരുടെ കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് പറയുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇവർ പറയുന്നുണ്ട് അവരാരാണെന്നും എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഇവർ പറയുന്നുണ്ട്, എന്താണ് അവിടെ മോട്ടീവ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വിഡ്രോ ചെയ്യുമ്പോൾ ലൈക്ക് നമുക്ക് വിഡ്രോ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വിഡ്രോ ചെയ്യാണ്. എൻ്റെ കയ്യിൽ 460 രൂപ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ 460 രൂപയും ഞാൻ വിഡ്രോ ചെയ്യാണ് വിചാരിക്കുക. വിഡ്രോളിൻ്റെ കാര്യത്തിൽ ഇവിടെ കണ്ടീഷൻസ് ഉണ്ട്. ഡെയിലി വിഡ്രോവൽ ടൈം 9 മുതൽ 20:30, അതായത് 5 മണി വരെ. മിനിമം സിംഗിൾ വിഡ്രോവൽ എമൗണ്ട് 200 രൂപയാണ്. മാക്സിമം സിംഗിൾ വിഡ്രോവൽ 50,000 രൂപയാണ്. വിഡ്രോ ചെയ്യുമ്പോൾ 4% ടാക്സ് റേറ്റ് കട്ട് ചെയ്യപ്പെടുന്നതാണ്. ഒരു ഡേയിൽ ഒരു വിഡ്രോവലാണ് പെർമിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനൊരു വിഡ്രോ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിഡ്രോ ചെയ്ത് നോക്കുകയാണ്. എൻ്റെ കയ്യിൽ 460 എടുക്കുന്നത്. 460 രൂപ ഞാൻ വിഡ്രോ ചെയ്യുന്നു. ശരി, ഞാൻ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ശരി, ഒരു വിഡ്രോയിലാണ് ഞാൻ പെർമിറ്റ് ചെയ്തു. ബാങ്ക് സെലക്ട് ചെയ്തില്ല. ഓക്കെ, ബാങ്ക് സെലക്ട് ചെയ്തു, കൺഫേം കൊടുത്തു. വിഡ്രോ മൾട്ടിപ്പിൾ ഓഫ് 100ൻ്റെ മൾട്ടിപ്പിളായിട്ട് വിഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്. സോറി, അതെ. അപ്പോൾ 460 എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നത്, ഞാൻ 400 വിഡ്രോ ചെയ്യാം. ശരി, സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മെയിൻ ബാലൻസിൽ നിന്ന് അത്രയും എമൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി വിഡ്രോവൽ ബാലൻസിൽ 60 രൂപ 460 നിന്ന് 60 ആയിട്ട് മാറി. മെയിൻ ബാലൻസ് 98 മാറി. അപ്പോൾ 400 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്തത്. അപ്പോൾ 4% കൂടി ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഡെയിലി നമുക്ക് റിട്ടേൺ കിട്ടും. 1 ഡേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എടുക്കാം, അല്ലെങ്കിൽ ലോങ് ടൈമിൽ എടുക്കാം. പിന്നെ ഇതൊക്കെ എത്ര കാലം ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു ഡെയിലി വരുമാനം ചെറിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോയിലും നമുക്ക് ഗിവ് അവേ വിന്നേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നുള്ള ഗിവ് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. അത് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ എല്ലാ വീഡിയോയിലായിരിക്കും ഇത്തവണ നമുക്ക് ഗിവ് അവേ വിന്നേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.